ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ആട് 3യുടെ റിവ്യൂ ആണ്. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച കണ്ടാണ്. അപ്പം എനിക്ക് പേഴ്സണലി ഈ പടം സാറ്റിസ്ഫിക്കേഷൻ തന്നില്ല. എന്താണെന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ ഇത് വെൽ റിട്ടൺ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു നൈസ് ക്വാളിറ്റി ഉള്ള പടം തന്നെയാണ്. ഇത് നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പടം ഓരോ ക്യാരക്ടേഴ്സിനെയും കണക്റ്റ് ആകുന്ന, അല്ലെങ്കിൽ ഇൻസിഡൻസ് കണക്റ്റ് ആകുന്നതൊക്കെ നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല കോമഡികളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആട് 3 കാണാൻ പോകുന്ന വലിയ ലോജിക്കോ ഒന്നുമല്ല, ആ ഒരു ക്യാരക്ടേഴ്സിനെ കാണാൻ വേണ്ടി അതൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു മിഥുൻ നല്ല രീതിയിൽ എഴുതി വന്നിട്ട് അവസാനം എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ആർക്ക് നഷ്ടപ്പെട്ട പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് പടം കഴിയുമ്പം ഒന്നും ഓർത്തിരിക്കാൻ തക്ക ഒന്നും തന്നെ ഇല്ല. ആട് 2-ലൊക്കെ ഡൂഡിൻ്റെ എൻട്രിയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അതുപോലൊന്നും ഒരു സാധനം ഇതിനകത്ത് കിട്ടിയോയെന്ന് ചോദിച്ചാൽ, പിന്നെ ഇതിൽ ഓരോരുത്തരുടെ ഇൻട്രോ ഒക്കെ രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാത്താൻ സേവിയറുടെ ഇൻട്രോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിനകത്ത് വന്ന ഒരു ഫോറിൻ വനിത, പുള്ളിക്കാരത്തിയുടെ ആറ്റിറ്റ്യൂഡും വില്ലനിസവും ബീജിയും ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ പടം ഞാൻ പറഞ്ഞില്ല, ഒരു മോശം പടമേ അല്ല. നിങ്ങൾക്ക് ഫാമിലിയുമായിട്ടൊക്കെ കാണാൻ പറ്റും. ഇതുപോലെ വല്ലപ്പോഴൊക്കെയാണ് ഇത്തരം പടങ്ങൾ വീണ് കിട്ടുക എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പാർട്ട് അടിപൊളിയാകുമായിരിക്കും.